ഓം ശൈവദർശനം ഭാഗം 1. ദിവ്യന്മാരായ ശിവസ്വരൂപരെ സാദരം സപ്രേമം വന്ദേ മാതരം. ഇന്ന് നമ്മളുടെ മനന വിഷയം ശിവതത്വത്തെ അധികരിച്ചിട്ടുള്ള പ്രവചനമാണ്. തമിഴ് ദർശനത്തിൽ, ശൈവ സമ്പ്രദായത്തിൽ വേദഗ്രന്ഥമായിട്ട് മാനിച്ചു വരുന്ന അത്യന്തം വിശ്രുതമായ ദർശന ഗ്രന്ഥമാണ് തിരുമന്ത്രം എന്നത്. തിരുമൂല നായനാറാണ് അതിൻ്റെ കർത്താവ്. തിരുമൂല നായനാർ 63 ശിവസിദ്ധ നായനാർമാരിൽ ഒരാളാണ്. ശൈവ സിദ്ധാന്തം ഭാരതത്തിലുടനീളം ദക്ഷിണത്തിൽ നിന്നാണ് വ്യാപിച്ചതും പടർന്നതും പന്തലിച്ചതും വികസിച്ചതും. അതുപോലെ ജ്ഞാനസാക്ഷാത്കാരം ലഭിച്ച മഹായോഗി ശൈവ സമ്പ്രദായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ജ്ഞാന സാക്ഷാത്കാരം ശൈവ ദർശനത്തിലൂടെ നേടിയിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളിൽ അഗ്രഗണ്യനാണ് തിരുമൂല നായനാർ. ശൈവദർശന സാരമാണ് തിരുമന്ത്രം. അത് ദ്രാവിഡ വേദമാണ്. ഇതിൻ്റെ മൂലസത്ത ശൈവയോഗ സിദ്ധാന്തമാണ്. ദ്രാവിഡ ഭാഷയിൽ ആദ്യമുണ്ടായ യോഗശാസ്ത്ര ഗ്രന്ഥമാണിത്. പ്രായോഗിക ജീവിതത്തിന് പ്രാധാന്യം നൽകി തിരുവള്ളുവർ തിരുക്കുറളിന് രൂപം നൽകി തിരുക്കുറൾ എന്ന വിശ്രുതമായ ഗ്രന്ഥം രചിച്ചു. തിരുമന്ത്രത്തിനും ആധ്യാത്മികമായ ഗഹനത ഉണ്ട്. 9 തന്ത്രങ്ങളിലായി 3000-ൽ പരം മന്ത്രശ്ലോകങ്ങളാണ് തിരുമന്ത്രം എന്ന മഹത് ഗ്രന്ഥത്തിൽ കാണുന്നത്. ആത്മീയ ഉത്കർഷത്തിനുള്ള ജിജ്ഞാസ, ആ രഹസ്യം മുഴുവൻ, അതിൻ്റെ സർവസ്വം മുഴുവൻ ഈ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും ഗരിമയിൽ ഗരിമയാർന്നതുമായ പൊരുൾ ആണ് ശിവതത്വം. ശിവൻ മനുഷ്യകുലം അവശ്യം പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ്. ആത്മീയ സാധനയുടെ സമുച്ചയമാണ് തിരുമന്ത്രം എന്ന ഗ്രന്ഥം. ജീവൻ എവിടെ നിന്ന് ഉണ്ടാകുന്നു, ജനിക്കുന്നു, തിരിച്ച് എവിടേക്ക് തന്നെ ചെന്നു ചേരുന്നു, തിരുമന്ത്രത്തിലെ വിഷയമാണ്. എവിടെ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്, ജനിച്ചു വീണ ജീവൻ എപ്രകാരം കരണാദി ശേഷി നേടി കർമ്മബദ്ധനാകുന്നു, മരണത്തെ എങ്ങനെ നേരിടുന്നു, മരണാനന്തരം ജീവൻ്റെ ഗതി എന്ത്, പ്രപഞ്ചരഹസ്യം എന്ത്, ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തിരുമന്ത്രത്തിൽ നിന്ന് ലഭ്യമാകുന്നു. ജീവേശ്വര
ജഗത്തിൻ്റെ ഉത്പത്തിയാദി വിജ്ഞാന രീതിയിൽ, ശാസ്ത്രരീതിയിൽ തെളിയിച്ചു തരുന്ന തിരുമന്ത്രം. മന്ത്രപദ്യങ്ങളിൽ വരുന്ന നന്ദി, ശിവം ഈ പദങ്ങൾ ആത്മാവിനെ, പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. നന്ദിയും ശിവവും ഇടയ്ക്കിടയ്ക്ക് ഈ പദങ്ങൾ വരാറുണ്ട്. ആത്മാവിൻ്റെ പ്രതീകമാണ്. ആത്മാവിന് ജാതിയില്ല. ഓരോ മനുഷ്യരിലും ആത്മരഹസ്യം അടങ്ങിയിരിക്കുന്നു. അത് മനുഷ്യൻ്റെ ജീവശക്തിയാണ്. അതിന് ജാതി, മത, ലിംഗഭേദം ഇല്ല. എല്ലാ ജീവജാലങ്ങളുടെയും കൂട്ടായ ശക്തി ചൈതന്യമാണ് ആത്മാവ് അല്ലെങ്കിൽ ശിവം. അതിനെ പ്രപഞ്ചം, ബ്രഹ്മം എന്ന് പറയുന്നു. ആത്മശക്തി പരബ്രഹ്മശക്തിയാണ്. അതിൽ കവിഞ്ഞൊരു ദേവശക്തിയില്ല. ആ ശക്തിയെ സാക്ഷാത്കരിച്ച് ഓരോ വ്യക്തിയും ശിവനായിട്ട് മാറുന്നു. ആത്മബോധം ഉണരുമ്പോൾ തന്നിലടങ്ങിയിരിക്കുന്ന ജീവശക്തി അഖണ്ഡ ബ്രഹ്മശക്തിയാണെന്ന് ബോധ്യമാകും. അങ്ങനെയുള്ള പ്രജ്ഞ പ്രകാശിക്കും. ശിവം നന്ദിയായ ആത്മാവാണ്. അത് പ്രാണനാണ്, പ്രജ്ഞയാണ്, ചൈതന്യമാണ്, സത്യമാണ്, ശക്തിയാണ്. അതാണ് ശൈവ സിദ്ധാന്തം. മതങ്ങൾക്ക് അതീതമായ സത്യമാണ്. അതാണ് തിരുമൂല മന്ത്രസിദ്ധാന്തം. ആത്മദീപം പ്രകാശിക്കട്ടെ. ജീവേശ്വര ജഗത്തെല്ലാം ബോധ്യമാകും. ഹൃദയശുദ്ധിയുള്ളവർ ധന്യരത്രേ. ഗുരുശക്തി ഏറ്റവും ഉണർത്തുന്ന ഉദ്ദീപ്തമാക്കുന്ന ഗ്രന്ഥമാണ് തിരുമന്ത്രം. വിദ്യാപ്രഭാവന്മാർ, ബ്രഹ്മരൂപനായ തിരുമൂലർ, യാർ പെറ്റ ഇൻപം പെയ്യുക ഇവൈ തിരുമൂലരുടെ പദമാണത്. തിരുമന്ത്രത്തിൽ അൻപേ ശിവം. ശൈവ സിദ്ധാന്തം എന്ന ദാർശനിക ഭക്തിപ്രസ്ഥാനം ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാഗത്തു നിന്നാണ് ഉടലെടുത്ത് വളർന്ന് വികസിച്ചത്. വിശ്വതത്വം, യോഗതത്വം, ജീവിതതത്വം, മുക്തിതത്വം എന്നിവ ഈ ഗ്രന്ഥത്തിൽ ക്രമമായിട്ട് അങ്കിതമാക്കിയിരിക്കുന്നു. ഏകം സത്വിപ്രാഹ ബഹുധാ വദന്തി. വേദസാരമാണ്. മതാതീതം, അദ്വയം, ദ്വയം, ദ്വൈതാദ്വൈതം എന്നീ ദർശന ശാഖകളെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. മഹാമതിമാന്മാരായ യോഗീശ്വരന്മാർ കൃച്ഛസാധ്യമായ
മഹായജ്ഞം നടത്തുന്നു. വിസ്മയവും ആദരവും അനുവാചകരിൽ സൃഷ്ടിക്കുന്നു. ഉപാസകർക്ക് പ്രജ്ഞാവിസ്താരം വളർത്തിക്കൊടുക്കുന്നു. പ്രപഞ്ച ആത്മൈക്യം, ധിഷണ, പ്രതിഭ, അക്ഷര തപസ്യ ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആത്മഭാവങ്ങളെ വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി ശ്രവിച്ചാലും തിരുമന്ത്രം തമിഴ് ആധ്യാത്മിക ശാസ്ത്ര സാഹിത്യത്തിലെ മുക്തിഗ്രന്ഥമാണ്. തിരുക്കുറളും തിരുവാചകവും തിരുമന്ത്രവും ഈ 3 വിശിഷ്ട ഗ്രന്ഥങ്ങൾ, തിരുക്കുറൾ, തിരുവാചകം, തിരുമന്ത്രം, ഇതിനെ പ്രമാണഗ്രന്ഥങ്ങളായിട്ട് സ്വീകരിച്ച് തമിഴ് ശാസ്ത്ര സാഹിത്യം വളർന്നു വരുന്നു. വേദങ്ങൾ, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് ഈ ചതുർഭാഗങ്ങൾ ചേർന്നവയാണ് ദർശനശാസ്ത്രം എന്ന് പറയുന്നത്. മർത്യജന്മത്തെ ലഭിച്ചിടുവാൻ തന്നെ പാർത്താൽ എത്രയും ഭാഗ്യോദയം ഉണ്ടായേ കഴിവരൂ. തിരുമന്ത്രത്തിലെ ഒരു തമിഴ് പദത്തിൻ്റെ മലയാളീകരിച്ച ഭാവമാണ്. ഗുരുവിൻ കൃപവശാൽ ത്രിഗുണ ഭേദത്തിനാൽ വരും ഈശ്വര ജീവജഗത് ഭേദങ്ങളെല്ലാം ധരിക്കയായി വരും ആത്മസ്വരൂപത്തെയും അപ്പോൾ ആത്മാവാനാകുക. ഈശ്വരനെ സാക്ഷാത്കരിക്കുക. വന്ദ്യനാം ശിവാത്മകൻ താൻ തന്നെ ഗുരുവായി വന്നിടും മുന്നിൽ ആത്മജ്ഞാനത്തെ നൽകിയിടുവാൻ. സാധകന് ശിവോഹം ശിവോഹം എന്നൊരു മന്ത്രധ്യാനം മാത്രം മതിയാകും. സാക്ഷാത് ഈശ്വരൻ, ബ്രഹ്മം, ദൈവം, ശിവസ്വരൂപം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് പൂർണ്ണമായ പ്രജ്ഞ പ്രദാനം ചെയ്യുന്നു. അത് വേദാന്ത ജ്ഞാനമാണ് പകർന്നു തരുന്നത്. ഒരിക്കൽ വൈദിക സാഹിത്യത്തിൻ്റെ ആസ്ഥാനം ദക്ഷിണ ഭാരതമായിരുന്നു. ഇന്നത്തെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന മിക്ക പ്രമാണഗ്രന്ഥങ്ങളുടെയും ഉറവിടം ദക്ഷിണ ഭാരതം തന്നെയാണ്. മഹാത്മാവായ സ്വാമി വിവേകാനന്ദൻ്റെ മൊഴിമുത്താണത്. മഹാന്മാരായ ഭാഷ്യകാരന്മാർ ശ്രീ ശങ്കരാചാര്യാദി ഭാഷ്യകാരന്മാരും ഇത് മനസ്സിലാക്കിയിരുന്നു. അവർണർക്കും ദിവ്യദർശനാരളെയും ആൾവാർമാരാക്കി ഉയർത്തിയ മഹാന്മാരായ രാമാനുജൻ, വൈഷ്ണവ സിദ്ധാന്തത്തിൻ്റെ ദീർഘദർശിയായ ശ്രീകൃഷ്ണ ചൈതന്യൻ, അദ്ദേഹത്തിൻ്റെ അനുഗാമികൾ, അതുപോലെ ദേശവാസികളായ സകലരും 63 നായനാർമാർ, ശിവ സാധകന്മാർ,
ദർശകന്മാർ, സന്ത് ദർശകന്മാർ, യോഗീശ്വരന്മാർ ദക്ഷിണ ഭാരതത്തിൽ നിന്നും വളർന്ന് വികസിച്ചു വന്നവരാണ്. ദാക്ഷിണാത്യരാണ്. ഹിമാലയത്തിൽ ഉയർന്ന് കാണുന്ന പുണ്യക്ഷേത്രങ്ങളൊക്കെ ദക്ഷിണാപഥത്തിലുള്ളവരുടെ ത്യാഗവീര്യമാണ് ദ്യോതിപ്പിക്കുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ മൊഴിമുത്തുകളാണിവ. തിരുമന്ത്രം യോഗജ്ഞാന ഗ്രന്ഥമാണ്. തമിഴ് ആഗമം വേദശാസ്ത്രമാണ്. ശൈവ തിരുമറ മന്ത്രത്തിൽ 10ാമത് സ്ഥാനമാണ് തിരുമന്ത്രത്തിനുള്ളത്. 3000-ൽ പരം മന്ത്രങ്ങൾ തമിഴിൽ ഉള്ളതുപോലെ തന്നെ അത് മലയാള ഭാഷയിലും പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഭാവങ്ങളെ ഈ ഗ്രന്ഥം തിരുമന്ത്രം അന്വേഷിച്ച് വാങ്ങി ക്രമേണ പഠിക്കുന്നത് ഉത്തമം തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പേര് തിരുമന്ത്രമാല എന്നാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ മൂലസത്ത ശൈവ വേദാന്ത സിദ്ധാന്തമാണ്. പുരുഷാർത്ഥങ്ങൾ 4 ഇതിലുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ആശ്രമങ്ങളും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ജ്ഞാന യോഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പതഞ്ജലി മഹർഷിയാണ് BC 1400 വർഷങ്ങൾക്ക് മുൻപ് യോഗജ്ഞാന സിദ്ധാന്തത്തിൻ്റെ ആദ്യ ആചാര്യൻ പതഞ്ജലി മഹർഷിയാണ്. പതഞ്ജലി, തിരുമൂലർ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ ഇവർ ശിവയോഗികളായിരുന്നു. അതുപോലെ ഈ ദർശന സാരം ഈശ്വരൻ അഥവാ ശിവം നിരന്തരമായ വൃദ്ധി പകർന്നു തരുന്നു. ശക്തിമാനുമാണ്. അദ്ദേഹം സ്വന്തം ചൈതന്യത്താൽ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. ശിവൻ, അതായത് ബ്രഹ്മം, പ്രകാശിപ്പിച്ചു, പിന്നെ സംഹരിക്കുന്നു. വ്യഷ്ടി ശരീരത്തിലുള്ള ജ്യോതിസ് എന്ന പ്രജ്ഞാ വിശേഷമാണ് ശിവതത്വം. ശിവജ്യോതിസ് ജഡപ്രകൃതന്മാർക്ക് ഒരിക്കലും തെളിഞ്ഞു കിട്ടുകയില്ല. ഓരോ മനുഷ്യ ശരീരത്തിലും ശിവനിരിക്കുന്നു. ആ ശിവനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. അത് സാക്ഷാത് പരമേശ്വരനും പരമേശ്വര ശക്തിയുമാണ്. രണ്ടിലും ഒരേ ഓജസ് അടങ്ങിയിരിക്കുന്നു. ആത്മാവ് അനന്തവും അനാദിയുമായ ഉണ്മയാണ്. അത് സൃഷ്ടിതത്വങ്ങൾക്ക് അതീതമാണ്. സൃഷ്ടിതത്വങ്ങളെല്ലാം സംയോഗ വിയോഗത്തോടു കൂടിയതാണ്. തിരുമന്ത്രത്തിലടങ്ങിയ യഥാർത്ഥ തത്വസമഹത അതാണ്. ശൈവ സിദ്ധാന്തത്തിന് ആധ്യാത്മികവും ആചാരപരവുമായ 2 ഭാഗങ്ങളുണ്ട്. ജഡത്തിൻ്റെ കെട്ടിൽ പിണഞ്ഞ ആത്മാവിൻ്റെ മോചനം ശിവകൃപയാൽ സാധ്യമാകുന്നു. അതിന് പവിത്രമായ നിഷ്ഠാക്രമങ്ങൾ വേണം.
ഓരോ മനുഷ്യനും പൂർണ്ണനാണ്. നാനാ പരിതസ്ഥിതികളാൽ മായാഭ്രമത്തിലാണ്ട് സ്വസ്വരൂപത്തെ വിസ്മരിക്കുന്നു. പൂർണ്ണത നേടുക എന്നതാണ് ശിവതത്വം, ശിവദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് നിരന്തരമായ സാധന, യോഗശക്തി വേണം. തന്മൂലം പ്രപഞ്ചത്തിലെ ബാഹ്യാഭ്യന്തരങ്ങളായ സമസ്ത സത്യവും നമുക്ക് ബോധ്യമാകുകയും ചെയ്യും. ആത്മഭാവങ്ങളെ, ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ നിർത്താം. തുടർന്ന് ഈ വിഷയം തന്നെ മനന വിഷയമാക്കുന്നതാണ്. ക്രമേണ ശ്രോതാക്കൾക്ക്, ദിവ്യരായിട്ടുള്ള ഭഗവാന്മാർക്ക് ശിവതത്വം പൂർണ്ണമായിട്ടും ബോധ്യമാകും. സർവം ശിവമയം. സ്വസ്ത്യസ്തു ശുഭമസ്തു.